പ്രതിഷ്ഠാ ചടങ്ങിനുള്ളത് അഭിജിത്ത് മുഹൂർത്തത്തിലെ 84 സെക്കൻഡ് ആ സമയത്തായിരിക്കും പ്രാണപ്രതിഷ്ഠ പൂർത്തിയാകുക. എന്തായാലും വിഘ്നേശ്വര ദൃശ്യം, വിഘ്നേശ്വര ശില്പമാണ് നമ്മൾ കണ്ടത്. പലപ്പോഴും ഹൈന്ദവ ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ആരംഭിക്കുന്നത് തന്നെ വിഘ്നങ്ങൾ അകറ്റണം എന്നുള്ള, വിഘ്നേശ്വരനെ നമിച്ചുകൊണ്ടുള്ള, വിഘ്നേശ്വരനെ പൂജിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ ഉൾപ്പെടെ ആണ് പലപ്പോഴും നടത്തുന്നത്. ഹൈന്ദവ ആചാരപ്രകാരം നിരവധിയായ താന്ത്രിക വിദ്യകളുണ്ട് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന തടസ്സങ്ങൾ നീങ്ങണം എന്ന് തരത്തിലുള്ള ആരാധനാക്രമത്തിന് പ്രാമുഖ്യം നൽകുന്നത് വിഘ്നേശ്വരനെ ആണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അടക്കം അത് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഉള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS മേധാവി മോഹൻ ഭഗവത്തുമാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, സ്പീക്കർ ആനന്ദിബെൻ പട്ടേൽ, അതോടൊപ്പം തന്നെ ശ്രീരാമ ജന്മസ്ഥാൻ തീർത്ഥ ട്രസ്റ്റ് പ്രസിഡന്റ് കൂടി ഈ ഗർഭഗൃഹത്തിലെ ചടങ്ങിൽ പങ്കെടുക്കും. ആചാര്യന്മാർ അതിന് നേതൃത്വം നൽകുന്നു. മന്ത്രധ്വനികൾ നമുക്ക് അവിടെ നിന്ന് ഉയർന്നു കേൾക്കാം. ഒപ്പം ഈ ചടങ്ങിന്റെ ഭാഗമായി യജമാനൻ ചെയ്യേണ്ട ക്രിയകൾ ആണ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആചാര്യന്മാർ പറഞ്ഞു നൽകുന്നതനുസരിച്ച്, കർമ്മി പറഞ്ഞു നൽകുന്നതനുസരിച്ചുള്ള ക്രിയകൾ ആണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാത്രം നീളുന്ന ഒരു ചടങ്ങാണ്. പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇനി ഏതാണ്ട് 10 മിനിറ്റ് മാത്രമാണ് ദൈർഘ്യം. പ്രധാനപ്പെട്ട പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് കൂടി പൂർത്തിയാകാനുള്ള സമയം അത് മാത്രമാണ്. മഹന്ത് നിത്യഗോപാൽ ദാസ് രാം ജന്മഭൂമി ന്യാസ് തലവനായിരുന്ന അദ്ദേഹം ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS സർസംഘചാലക്, ഒപ്പം ആനന്ദിബെൻ പട്ടേൽ, യോഗി ആദിത്യനാഥ് എന്നിവരെ കൂടാതെ ആ ചടങ്ങിൽ ഉൾപ്പെടുന്ന വ്യക്തി. എന്തായാലും പൂജാ കർമ്മങ്ങൾ തുടരുകയാണ്. ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉള്ളത്. അവിടെയാണ് ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഇനി ഏതാനും മിനിറ്റുകളുടെ കാത്തിരിപ്പ് മാത്രം. രാമന് ക്ഷേത്രമൊരുങ്ങാൻ, അയോധ്യയിലെ പുണ്യഭൂമിയിൽ ഭഗവാൻ രാമന് ക്ഷേത്രമൊരുങ്ങാനുള്ള കാത്തിരിപ്പ് ഇനി ഏതാനും നിമിഷങ്ങളായി ചുരുങ്ങുകയാണ്. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആ ക്ഷേത്രം നിലവിൽ വരാൻ. നിലവിലെ പൂജാവിധികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി മറ്റു പൂജാവിധികൾ ഉണ്ടോ എന്നത് അടക്കം നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. നമുക്ക് പ്രേക്ഷകരോട് അതാണ് പൂർത്തിയായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ നിലയിൽ അങ്ങനെയാണ്. പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് വിവിധ താന്ത്രിക ശീലങ്ങളുണ്ട്. മലയാളികളാണ് എങ്കിൽ പലപ്പോഴും കേരളീയ താന്ത്രിക വിദ്യയാണ് പിന്തുടരുന്നത്. പക്ഷെ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ അടക്കം മറ്റു താന്ത്രിക വിദ്യകൾ ആണ് പിന്തുടരുന്നത്. അതുകൊണ്ട് ഇനി എന്തൊക്കെ ശേഷിക്കുന്നു എന്നുള്ളത്, ഇപ്പോൾ ഈ പുഷ്പങ്ങളും ഫലങ്ങളും ഒക്കെ ദേവന് സമർപ്പിക്കുന്ന ചടങ്ങുകൾ അടക്കമുണ്ട്. ഒരുപക്ഷെ